ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ട് AI ജനറേറ്റഡ് ഇമേജസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ AI ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ക്രെഡിറ്റ് കിട്ടും. അത് ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഐഡിയോഗ്രാം ആണെങ്കിൽ ഒരു 3-4 തവണ ആയിരിക്കും. അതേപോലെ തന്നെയാണ് എന്താ പറയുക, ഈ Leonardo.ai അങ്ങനെയുള്ള എല്ലാ ടൂളും ഒരു ലിമിറ്റ് വെച്ചിട്ടാണ്. അത് വളരെ ചെറുത്, നമ്മുടെ കാര്യങ്ങൾക്കൊന്നും നേരാവണ്ണം അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്രെഡിറ്റ് ആയിരിക്കും. അത് നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് സ്റ്റാർട്ട് ഫ്രം $10 ഐ തിങ്ക്. സോ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ കസ്റ്റമായിട്ടുള്ള നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഈ ഇമേജസ്. അതേപോലെ തന്നെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഏതാണ് സോഫ്റ്റ്വെയർ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സമയം അധികം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. DeFocus ഇത് ഗൂഗിളായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് മാത്രം മതി. ഇനി അതല്ല, നിങ്ങൾക്ക് സിസ്റ്റത്തിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ റൺ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പബ്ലിക് സെർവറിലാണ് റൺ ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെ നമ്മൾ റൺ ചെയ്യണം. ഇത് നമ്മൾ റൺ എനിവേ. ഓക്കെ, റൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും. ആ സമയത്ത് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നല്ലൊരു പ്രോംപ്റ്റാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ ഹെഡ് ആപ്പയ്ക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ പബ്ലിക് ലിങ്കാണ് നോക്കുന്നത്. അപ്പോൾ ഇതുവരെ തന്നെ ഡൗൺലോഡ് ലിങ്ക് അല്ല, പബ്ലിക് ലിങ്കാണ്. അപ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുന്നുണ്ട് ഇതിന്. റണ്ണിങ്ങിൽ ലോക്കൽ ലിങ്കാണിത്. പിന്നെ ഇത് പബ്ലിക് ലിങ്ക്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് പബ്ലിക് ലിങ്കാണ്. ഇവിടെ ഇതിൻ്റെ അടിയിലായിട്ട് 2 ബോക്സ് ഉണ്ട്. അത് ഇൻപുട്ട്, പിന്നൊന്ന് അഡ്വാൻസ്ഡ്. അത് രണ്ടും ക്ലിക്ക് ചെയ്യണേ. അവിടെ 2 വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെപ്പോഴും നമ്മൾ ക്വാളിറ്റി സെറ്റ് ചെയ്യണം. കാരണം സ്പീഡിനെക്കാട്ടും നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇമേജ് എത്ര എണ്ണമാണ് വേണ്ടത് അത്ര എണ്ണം. പക്ഷേ ഞാനൊരു 3 എണ്ണമാണ് ഇടുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സെറ്റിങ്സ് നോക്കാറുണ്ട്. നമ്മളിത് ഫോക്കസ് മാസ്റ്റർ പീസ് എടുക്കുക, ഫോക്കസ് ഫോട്ടോഗ്രാഫ്, പിന്നെ ഫോക്കസ് സിനിമാറ്റിക്. അതിനുശേഷം മോഡൽ കറക്റ്റാണ്. അഡ്വാൻസ് പോയിട്ട് അവിടെ നമ്മൾ കൺട്രോൾ എടുത്തിട്ട് ഡീബഗ് പ്രോസസ്സറുകൂടി സെലക്ട് കൊടുക്കുക. അതിനുശേഷം സെറ്റിങ്സിൽ അടിയിൽ പോയിട്ട് റാൻഡം സീഡ് അൺടിക്ക് ചെയ്തിട്ട് നമ്മളൊരു സീഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു സീഡ് നമ്പർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷേ ChatGPT തരും. അപ്പോൾ അത് ഈസി ആയില്ലേ പറഞ്ഞിട്ടാണ് ഞാനത് ഇതിലിട്ടത്. അതൊരു വിഷയമല്ല. അതാണ് സീഡ് നമ്പർ. ഈ സീഡ് നമ്പർ നേരെ കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് റാൻഡം കൊടുക്കാവുന്നതാണ്. ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ റാൻഡം കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരു സീഡ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം നെഗറ്റീവ് പ്രോംപ്റ്റ്. ഓക്കെ, നെഗറ്റീവ് പ്രോംപ്റ്റ് ആണ് ഇനി കൊടുക്കേണ്ടത്. കാരണം നെഗറ്റീവ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്നും ഇല്ല, ജസ്റ്റ് ജനറേറ്റ് അടിക്കുക. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. ഇതാദ്യം നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് അത് അപ്സ്കെയിൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അതിനുശേഷം നമ്മളത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ വീഡിയോയിൽ നമ്മൾ എന്താ പറയുക, ഒരു 4K രീതിക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് മാറ്റുക. നമ്മൾ കൊടുത്ത പോലെ നമുക്ക് ഇമേജസ് കിട്ടി. ഇതൊക്കെയാണ് ഇമേജസ്. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജാണ്. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇമേജസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇമേജ് അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കസ്റ്റമൈസ് ചെയ്യുക, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ട് ഇടുക, അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് മാറ്റുക, ഫേസ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. ഇത് അത്രയും അടിപൊളി ടൂളാണ്. അപ്പോൾ ഇതെല്ലാം ഒറ്റ വീഡിയോയിൽ ഇടുകയാണെങ്കിൽ അത് അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ പാട്ടായിട്ടാണ് ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.